നിലമ്പൂരിൽ വിവാദങ്ങളാണോ നിറയുന്നത് എന്നതാണ് ചോദ്യം. വിവാദങ്ങൾ പല രൂപത്തിൽ വരുന്നു. ആ വിവാദങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കാൻ മുന്നണികൾ ശ്രമിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ പല വിഷയങ്ങളും UDF-ന് മേലൊരു ബാധ്യതയായിട്ട് വന്ന് വീഴുന്നതാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ ജനകീയ വിഷയങ്ങളും സർക്കാരിൻ്റെ ഭരണവും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടിടത്തു നിന്നും ഈ നിലമ്പൂരിലെ വിഷയത്തെ ഈ രീതിയിൽ വിവാദങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടത് ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ആദ്യം വിവാദമായിട്ട് വരുന്നത് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്? KC വേണുഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. പെൻഷൻ ഒരു തെരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ്. പെൻഷൻ കുടിശ്ശിക എന്ന് തന്നെ പറയണം, അതിൽ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. പെൻഷൻ കൊടുക്കുന്നതല്ല, പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കുന്നത്. ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ അത് വിവാദമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ പെൻഷൻ കുടിശ്ശിക കൊടുത്തത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാക്കി മാറ്റാൻ CPM ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. കാര്യം 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് വീട്ടിലെത്തുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപനം വരുന്നതിന് മുൻപാണ് കൊടുത്തത്. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ ഈ പെൻഷൻ ഒരു തിരിച്ചടിയാകുമെന്ന് ഭയന്ന് KC വേണുഗോപാൽ നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. 62 കുടുംബങ്ങൾക്കാണ് 1600 രൂപ എന്ന നിലയിൽ പെൻഷൻ കിട്ടുന്നത് എന്ന വാസ്തവം നിലവിലിരിക്കെ പെൻഷൻ ഒരു ചർച്ചയായിട്ട് ഉയർത്തിക്കൊണ്ടു വന്നാൽ അത് കോൺഗ്രസ്സുകാർക്കും അറിയാവുന്ന വിഷയമാണ്. അല്ലല്ലോ, നോക്കൂ, ഗുണഭോക്താക്കൾ കൈക്കൂലി എന്ന് പറഞ്ഞാൽ എന്താണ് സുജയ? കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വാങ്ങിയവരാരായി? അതാണ് ചോദ്യം. ഇവിടെ നോക്കൂ, കൈക്കൂലി കൊടുക്കുന്നത് ആരാണ്? കൈക്കൂലി കൊടുക്കുന്നത് സർക്കാരും കൈക്കൂലി വാങ്ങുന്നത് വോട്ടർമാരും എന്ന അർത്ഥത്തിലല്ലേ വ്യാഖ്യാനിക്കപ്പെടും? കൈക്കൂലി എന്ന വാക്കിന് അർത്ഥം എന്താ? നിങ്ങൾ ബ്രൈബ് കൊടുക്കുന്നയാളും ബ്രൈബ് സ്വീകരിക്കുന്ന ആളും ഒരേപോലെ കൈക്കൂലി എന്ന പദത്തിന്റെ അർത്ഥത്തിൽ വരില്ലേ? നോക്കൂ, ഒന്നാമത് ഈ കുടിശ്ശിക കൊടുക്കുമ്പോൾ ഓണ സമ്മാനം, ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞോ? ഇപ്പൊന്നല്ല, ഇപ്പൊ പറഞ്ഞോ, കഴിഞ്ഞ ദിവസം പറഞ്ഞോ എന്നുള്ളല്ലോ. അല്ല, പ്രശ്നമുണ്ട്. കുടിശ്ശിക കൊടുക്കുമ്പോൾ അതൊരു സമ്മാനം എന്ന മട്ടിൽ അവതരിപ്പിക്കുക. കുടിശ്ശികയാണ് കൊടുക്കുന്നത്, കൊടുക്കാനുള്ളതാണ്, അത് അവരുടെ അവകാശമാണ് എന്ന് മാറ്റി കോടതിയിൽ പോലും അത് അവകാശമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമീപനം, തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമ്മാനമാണെന്നോ ഇക്കഴിഞ്ഞ പുതുവർഷ സമ്മാനമാണെന്നോ എന്നും പറഞ്ഞൊന്നും ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഒരു പ്രചരണവും നമ്മുടെ മുന്നിലില്ല. അതായത് നിലവിൽ അങ്ങനൊരു വിഷയം ചർച്ച ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലാണ് കൈക്കൂലി എന്നൊരു പദപ്രയോഗം നടത്തുന്നത്. ആ കൈക്കൂലി എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് സ്മൃതി? കൈക്കൂലി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്നത് ആരാ? സർക്കാർ. അപ്പോൾ വാങ്ങുന്നവരാരായി? ആ കൈക്കൂലി വാങ്ങി തങ്ങളുടെ രാഷ്ട്രീയ അവകാശം വിനിയോഗിക്കുന്നവർ വോട്ടർമാരായിട്ട് മാറിയില്ലേ? കേരളത്തിലെ വോട്ടർമാരെ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുമോ? അപ്പോൾ നമ്മൾ ഒരു ഭാഗം അധിക്ഷേപിച്ചുകൊണ്ടല്ല അത് പറഞ്ഞത്. കൈക്കൂലിയാക്കി എന്നാണ് പറഞ്ഞത്. കൈക്കൂലിയാക്കി എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അത് കൊടുക്കുന്നവരുടെ സമീപനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഒരു സംശയമില്ല. അത് നിങ്ങൾ സാങ്കേതികമായി നിങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ജനകാണില്ല. കുടിശ്ശിക കിട്ടാത്തവരാണ് നിൽക്കുന്നത്. സമ്മാനമായി കൊടുക്കുന്നത് വഴി തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ കൈക്കൂലി എന്ന പദം ഉപയോഗിക്കുമ്പോൾ സ്മൃതി, കൈക്കൂലി കൊടുക്കുന്നയാളേക്കാൾ അപകടകരമാണ് കൈക്കൂലി വാങ്ങുന്നയാളുടെ അവസ്ഥ. വിജിലൻസ് കേസ് വരുന്നത് കൈക്കൂലി വാങ്ങുന്നവർക്കെതിരെ ആദ്യം, അതിനുശേഷമാണ് കൈക്കൂലി കൊടുക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാവണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. അതല്ലേ നമ്മുടെ നാട്ടിലെ രീതി. അപ്പോൾ രീതിയൊന്നും നമ്മൾ ആ വിഷയത്തിൽ കാണണമല്ലോ. കൈക്കൂലി എന്ന് പറയുന്നത് പദപ്രയോഗങ്ങൾ, ഞാൻ അതാ പറഞ്ഞത്, വിവാദം വരുന്ന വഴിയാണ് ഞാൻ ഈ പറഞ്ഞത്. ആ പദമാണ് പ്രശ്നം. കൈക്കൂലി എന്ന പദം അതിലേക്ക് കൂട്ടിച്ചേർത്താണ് അപകടം. ആ സ്പീച്ചിൽ KC വേണുഗോപാലിന്റെ പ്രസംഗത്തിൽ വന്യജീവി വിഷയത്തെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം കൈക്കൂലിയിൽ കയറി പിടിച്ചത് മലപ്പുറം പരാമർശം ഹൈഡ് ചെയ്യാനാണ്. കൈക്കൂലി എന്ന് പറയുന്നത് 62 ലക്ഷത്തോളം വരുന്ന നമ്മളുടെ വീടുകളിൽ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ അധിക്ഷേപിക്കുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കും? പുറത്തു വന്ന് വീണില്ലേ? വട്ടം കൂടി ഇരുന്ന് വിശദീകരിക്കാൻ ഓരോ നിമിഷത്തിൽ വട്ടം കൂടി എല്ലാം പൊളിഞ്ഞ് താഴെ പോകും. 1200 രൂപ പെൻഷൻ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. UDF-ന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1200 രൂപയാക്കി എന്ന് പറയുന്നു. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് 1000 രൂപയാക്കുമെന്ന് പ്രകടന പത്രികയിൽ കുറിക്കുന്നു. ഈ വൈരുദ്ധ്യം എന്താ അവർ കാണാതെ പോകുന്നത്? ഇതൊക്കെ ചർച്ചയാവുന്നത് എങ്ങനെയാണ്? 1200 രൂപയാക്കി വർദ്ധിപ്പിച്ച വിഷയം കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തു തുടങ്ങിയത് 1980-ലാണെന്ന് പറയുന്ന ചർച്ച എങ്ങനെയാണ്? R. ശങ്കറിന്റെ കാലത്ത് വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും കൊടുത്തു എന്ന് പറയുന്നു. ആ R. ശങ്കറിന്റെ സർക്കാരിനെ 2 വർഷം കഴിഞ്ഞപ്പോൾ നിലത്ത് ഇട്ടതാരാ? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്താ? ഈ വിഷയമാണ് ഞാൻ പറഞ്ഞല്ലോ. അനാവശ്യമായി പെൻഷൻ വിഷയം എത്രത്തോളം ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? പെൻഷൻ എന്ന് തുടങ്ങുമ്പോൾ നിങ്ങളല്ല പെൻഷൻ തുടങ്ങിയത്. ചർച്ചാ വിഷയമാകേണ്ടത് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യത്തിൽ അതാണ് പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറയുന്നിടത്ത് UDF-ന് പിഴച്ചു.
അത് KC വേണുഗോപാലിന് പിഴച്ചു. അതുകൊണ്ടാണ് ഇത്രയും പെൻഷൻ വിഷയത്തിൽ നോക്കൂ സുജയ, എത്ര നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചാലും കൈക്കൂലി എന്ന പദത്തിന്റെ അർത്ഥത്തിൽ എനിക്ക് പറയൂ സുജയ പറയൂ, കൈക്കൂലി എന്ന് പറഞ്ഞാൽ എന്താ? കൈക്കൂലി എന്ന് പറഞ്ഞാൽ ബ്രൈബ്. അത് കൊടുക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും പ്രശ്നമുള്ളതാണ്. ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? അപ്പോ KC വേണുഗോപാൽ ഞാൻ താങ്കൾക്ക് കൈക്കൂലി തന്നു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ആണല്ലോ, അപ്പൊ ആകട്ടെ, ഞാൻ കൈക്കൂലി തന്നു എന്ന് കരുതുക. അങ്ങനെ തന്നാൽ ഞാൻ വാങ്ങിയില്ലെങ്കിൽ താങ്കൾ കൈക്കൂലിക്കാരൻ. ഞാനാണോ കൈക്കൂലിക്കാരൻ? താങ്കൾ തരാൻ ശ്രമിച്ചു, ഞാൻ തരുന്ന ഞാനാണോ കൈക്കൂലിക്കാരൻ? വാങ്ങുന്ന താങ്കളാണോ കൈക്കൂലിക്കാരൻ? താങ്കളല്ലേ തരുന്നത്. അപ്പൊ തരുന്ന ഞാനാണോ കൈക്കൂലിക്കാരൻ? വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്ത സാധാരണക്കാരനാണോ കൈക്കൂലിക്കാരൻ? അല്ല, ഇവിടെ സർക്കാരാണ് പറഞ്ഞത്. വിജിലൻസ് ആർക്കെതിരെ കേസെടുക്കുക? ഇവിടെ സർക്കാരാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും കൈക്കൂലി എന്ന പദത്തിന്റെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായി തർക്കിക്കുന്നത്? കൈക്കൂലിയുടെ അർത്ഥം എന്താണെന്ന് പറയൂ. കൈക്കൂലിയെ താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാ? അത് വാങ്ങുന്നയാൾ കൈക്കൂലിക്കാരനാണോ അല്ലയോ? നിയമപരമല്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ആ പണമിടപാടിനെയാണ് കൈക്കൂലി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ കൈക്കൂലി വാങ്ങുന്നയാൾ ശരി ആയിക്കോട്ടെ, കൈക്കൂലി വാങ്ങുന്നയാൾ കുറ്റക്കാരനാണോ അല്ലയോ? ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇവിടെ കുറ്റക്കാരനാണ്. അപ്പം ഇവിടെ കൈക്കൂലി വാങ്ങുന്നതാരാ? പെൻഷൻ വാങ്ങുന്നതാരാ? KC വേണുഗോപാൽ ഇനി ചർച്ച പോലെ ആ വാക്കിനർത്ഥം സുജയെ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞു. കൈക്കൂലി വാങ്ങുന്നയാൾ കുറ്റക്കാരനാണെങ്കിൽ ഇവിടെ ആക്ഷേപിച്ചിരിക്കുന്നത് ആ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം ആളുകളെയാണ് എന്ന വ്യാഖ്യാനം. അതായത് എന്റെ വിയോജിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാൽ പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ കൊടുത്തതിനെ കുറിച്ചും ഈ പെൻഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞു വന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കുടിശ്ശികയുണ്ട് ഗഡുക്കൾ എടുത്ത് കൊടുക്കുന്നു, അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് കൊടുത്തതിനെയും വെച്ചുകൊണ്ട് അത് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ കൈക്കൂലി പോലെ ആക്കാൻ ശ്രമിക്കുന്ന കൈക്കൂലി പോലെ, അതായത് തിരഞ്ഞെടുപ്പ് കൈക്കൂലി എന്ന പദപ്രയോഗമാണ്. ഒരു നേതാവ് പറയുന്ന കാര്യത്തെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പ് കൈക്കൂലി എന്നുള്ളതിനെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കൈക്കൂലി എന്നല്ലല്ലോ, പിന്നെന്താ? തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന ഈ തുകയെ കൈക്കൂലിയായി, അതായത് ഒരു നേട്ടം ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ താങ്കൾ എനിക്ക് കൈക്കൂലി പെൻഷൻ മാറ്റിയിരിക്കുന്നു എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞതെങ്കിൽ കൈക്കൂലി കൊടുക്കുന്നയാൾ പെൻഷൻ വിഷയം ഉന്നയിച്ചിരുന്നോ ഇല്ലയോ? പ്രധാനപ്പെട്ട 2500 ആക്കാൻ വേണ്ടിയാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്. അത് 1500 ആക്കി മാറ്റി. 600 നിന്ന് 600 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇടത് സർക്കാർ. 32 ലക്ഷം പെൻഷൻ ഉപഭോക്താക്കളിൽ നിന്ന് 62 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചത് ഇടത് സർക്കാർ. അത് ഇടത് സർക്കാരിന് അവരുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാണെന്നേ. അതിനകത്ത് UDF-ന് തിരിച്ചു പറയാനുള്ളത് പെൻഷൻ കൈക്കൂലിയല്ല അവകാശമാണെന്ന മുദ്രാവാക്യവുമായി ഈ KC-യുടെ പ്രസംഗത്തിന് ശേഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ വിളിച്ചു ചേർത്തത് ഇടത് സർക്കാർ ആണ്. പെൻഷൻ അവകാശമല്ല എന്ന് പറഞ്ഞത് ഇടത് സർക്കാർ. സാങ്കേതികമായിട്ട് അങ്ങനെയാണ്. നിങ്ങൾക്ക് പെൻഷൻ എങ്ങനെ മൗലികാവകാശമാണ്? സാങ്കേതികമായി അവിടെ പറയുന്നത് കോടതിയിൽ നിങ്ങൾ എന്താ പറയാ? കോടതിയിൽ പെൻഷൻ നിങ്ങൾ മൗലികാവകാശമാണെന്ന് എവിടെയാ പറയുന്നത്? ഏത് നിയമപ്രകാരം? പെൻഷൻ ക്ഷേമ പെൻഷനുകളടക്കം സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായി കൊടുക്കുന്നതാണ്. ഇതാണ് സ്മൃതി. സാങ്കേതികമായി നമ്മൾ സംസാരിക്കുമ്പോൾ സാങ്കേതികമായി വ്യക്തതയോടുകൂടി സംസാരിക്കൂ. കോടതിയിൽ നിങ്ങൾ കൊടുക്കുകയാണ്. കോടതി ചോദിക്കുന്നു ക്ഷേമ പെൻഷൻ എന്നുള്ളത് ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശമാണെന്ന് ഹൈക്കോടതി വിധി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ത്യയിലുള്ള മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും ക്ഷേമ പെൻഷൻ ഒരു പ്രധാനപ്പെട്ട അവകാശമായി കൊടുക്കേണ്ടി വരില്ലേ? നമ്മുടെ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്ന സാമൂഹിക ക്ഷേമത്തിന് വേണ്ടുന്ന സാമൂഹിക ജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യുന്നത്. അത് വ്യക്തിപരമായ അവകാശമല്ല, അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതാണ് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഉത്തരം. ഇപ്പോഴും നിങ്ങൾക്ക് രണ്ടുപേർക്കും കൈക്കൂലി എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിലുള്ള വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. കൈക്കൂലി ഒരേപോലെ കൊടുക്കുന്നയാളും കുറ്റക്കാരാണ്, വാങ്ങുന്നയാളും കുറ്റക്കാരാണെങ്കിൽ 62 ലക്ഷത്തോളം വരുന്ന ഈ പെൻഷൻ ഉപഭോക്താക്കളെ കൂടിയാണ് കൈക്കൂലിയുടെ പേരിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് എന്ന വാദം നിലനിൽക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അനാവശ്യമായ അങ്ങനെ ഒരു പദപ്രയോഗം അതിലേക്ക് കൂട്ടിച്ചേർത്തു. അത് സാങ്കേതികമായി വന്ന പിഴവാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ UDF-ന് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, മലപ്പുറം വിഷയം എടുത്തിട്ടു. മലപ്പുറം വിഷയം എടുത്തിടേണ്ട സാഹചര്യം എന്താ ഇവിടെ? ഇപ്പോൾ നിലമ്പൂർ വിഷയത്തിൽ കഴിഞ്ഞ 2 മാസമായി 3 മാസമായി 4 മാസമായി മലപ്പുറം വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? ആ മലപ്പുറം വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മലപ്പുറം വന്നപ്പോൾ ഒടുവിൽ തിരിച്ചടിച്ചത് എങ്ങനെയാണ്? പോസ്റ്റ്മോർട്ടം നടത്തി വന്ന സമയത്ത് എങ്ങനെയാ വന്നത്?
നിങ്ങൾ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ തിരിച്ചു വന്നത്? മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് തന്നെ എതിര് നിന്ന നേതാവിൻ്റെ മകനാണ് അവിടെ മത്സരിക്കുന്നത് എന്ന നിലയിലല്ലേ പ്രചരണം വന്നത്? അപ്പോൾ രണ്ടാമത്തെ വിവാദവും ആ അർത്ഥത്തിൽ UDF-ന് തിരിച്ചടിയായി. മൂന്നാമത്തെ വിഷയമാണ് ഈ പറയുന്ന KSEB ലൈനിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിൻ്റെ മരണം അവിടെ സംഭവിച്ചു. വഴിക്കടവ് വിഷയത്തിൽ അർദ്ധരാത്രിയിൽ തന്നെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം. ഇന്നിപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് UDF-ന് ഇല്ലല്ലോ, അതിൽ നിന്ന് പിൻവാങ്ങിയല്ലോ. അതെന്താ കാരണം? അതിൻ്റെ കൊലപാതകയെ പിടിച്ചപ്പോൾ, അതിൻ്റെ ക്രിമിനലിനെ പിടിച്ചപ്പോൾ വിനീഷ് എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയ ബന്ധം അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അയാൾ അവിടുത്തെ ബൂത്ത് കമ്മിറ്റി അംഗമാണെന്ന്. പക്ഷേ അവിടെ ആരോപണമുണ്ട് ബൂത്ത് കമ്മിറ്റി അംഗമാണ്, മറിച്ചൊന്ന് തെളിയിക്കാൻ അവിടെ ആർക്കും സാധിച്ചിട്ടുമില്ല. പക്ഷേ അതിലൊരു ക്ലാരിറ്റി അതിലെനിക്ക് എൻ്റെ ചർച്ചയിൽ ഞാൻ പറഞ്ഞതിലൊരു ക്ലാരിറ്റി കൂടി നമ്മൾ പറഞ്ഞു പോകുമ്പോൾ വസ്തുതാപരമായിട്ട് പറഞ്ഞു പോകണം. ഞാൻ വഴിക്കടവ് പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിൽ പന്നികളെ വെടിവെച്ച് കൊന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആ വാദം തെറ്റാണ് എന്ന് ചില കോൺഗ്രസിലെ നേതാക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് ഞാൻ പരിശോധിച്ചു. വഴിക്കടവ് പഞ്ചായത്തിലെ ഒരു ഉത്തരവ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 81 പന്നികളെ അവിടെ ഗഫൂർ എന്ന് പറയുന്ന ഒരാൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. പക്ഷേ 81,000 രൂപ കുടിശ്ശികയുണ്ട്. 81,000 രൂപ കുടിശ്ശികയുള്ളത് കൊണ്ട് തനിക്കിനി തുടർന്ന് വെടിവെക്കാൻ കഴിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഈ ഗഫൂർ പറഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതവിടെ നിൽക്കുകയാണ്. അതെന്തോ ആവട്ടെ, ഈ വിഷയത്തിൽ വീണ്ടും സർക്കാരിനെതിരെ രംഗത്ത് വരുന്നു. അർദ്ധരാത്രിയിൽ വലിയ പ്രകടനങ്ങൾ കാണുന്നു. ആ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ പഴി കേട്ടില്ലേ? ഒടുവിൽ K. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ, VM സുധീൻ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ എന്താ നിലപാട് പറഞ്ഞത്? ഇത്തരം മരണവിഷയങ്ങളെ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്നതുകൊണ്ട് അവർക്ക് എതിർപ്പുണ്ട് എന്നറിയിച്ചില്ലേ? ഒടുവിൽ ആ വിഷയം ഇപ്പോൾ ഇല്ലല്ലോ, ചർച്ചയില്ലല്ലോ. വഴിക്കടവിലെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്താ ചർച്ച ചെയ്യപ്പെടാത്തത്? മൂന്നാമത്തെ വിവാദവും ആ അർത്ഥത്തിൽ ബാധ്യതയായിട്ട് മാറി. ഇനി നാലാമത്തെ വിവാദമാണ്. ഇതിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസ് സ്വീകരിക്കുന്നത് കൊണ്ട് ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ട്? 2019 ശേഷം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പല തവണയും സ്വീകരിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട്, ലോക്സഭയിൽ തന്നെ അവരുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതിലൊന്നും ആർക്കും വിയോജിപ്പില്ല. എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ റസാഖ് പലേരി അയച്ചു തന്ന കണക്കുണ്ട്. കേരളത്തിലെ LDF-ന് എത്ര മണ്ഡലങ്ങളിൽ, മലപ്പുറത്ത് മാത്രം 23 പഞ്ചായത്തുകളിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പിന്തുണയൊക്കെ പ്രാദേശികാടിസ്ഥാനത്തിൽ LDF വാങ്ങിയിട്ടുണ്ട്. തലശ്ശേരി അടക്കമുള്ള മുനിസിപ്പാലിറ്റി UDF-ഉം വാങ്ങിയിട്ടുണ്ട്. അവിടെ 2 കൗൺസിലർമാരെ വിജയിപ്പിച്ചത് ഇതേ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോട് കൂടിയാണ്. പക്ഷേ അതല്ലല്ലോ വിഷയം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ആശയം മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് VD സതീശൻ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തികളാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെയല്ലല്ലോ. 2010 അതായത് ഈ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് 1 വർഷം മുമ്പ് മാതൃഭൂമിയിൽ PK കുഞ്ഞാലിക്കുട്ടിയുടേതായിട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. ഇപ്പോൾ അവർ രാഷ്ട്രീയത്തിലിറങ്ങാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇനി യാതൊരു ചർച്ചയ്ക്കും ലീഗ് ഇല്ല എന്നാണ് പറയുന്നത്. മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിന് യോജിക്കാനാവില്ല. എടുത്ത നിലപാടെന്താണെന്നറിയാമോ? 2010 മാതൃഭൂമിയിൽ 21/5/2010 മാതൃഭൂമി വാർത്തയാണ്. അന്ന് യോജിക്കാൻ കഴിയാത്ത ലീഗിനും UDF-നും ഇന്നെങ്ങനെയാണ് ഈ മതരാഷ്ട്രവാദത്തിൽ നിന്ന് മതേതരവാദികളായി ജമാഅത്തെ ഇസ്ലാമി മാറി എന്ന നിലപാടിലേക്ക് എത്താൻ കഴിയുക എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതിനുള്ള മറുപടി പറയേണ്ടത് ഒരേ സമയം ലീഗും അതേസമയം കോൺഗ്രസുമാണ്. പക്ഷേ ലീഗ് ഇന്നത് വളരെ വ്യക്തമായി ആ കാര്യത്തിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അത് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ലീഗ് അങ്ങനെ ഒരു അഭിപ്രായം എടുത്താൽ ജനുവരി 5 കോഴിക്കോട്ട് വെച്ച് ഇറക്കിയ പ്രസ്താവനയിൽ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തെ ഉള്ളതാണെന്ന് പറഞ്ഞ് അത് പഴയ കാലം മുതൽ നേരത്തെയുള്ള ബന്ധമാണ്, ദീർഘകാല ബന്ധമുണ്ട് എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുകയും പിന്നീട് സമസ്തയിൽ ജഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ളവർ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഒരു കാരണവശാലും സമസ്തയ്ക്ക് അതിനോട് യോജിച്ചു പോകാൻ കഴിയുകയില്ല എന്നുള്ളതുമാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന നാലാമത്തെ പ്രധാനപ്പെട്ട വിവാദ പോയിന്റ് ആണല്ലോ ഇത്. ഇവിടെ അതിനുശേഷം 2011 വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ പ്രധാനപ്പെട്ട ആശയത്തിൽ നിന്ന് ഹുക്കുമത്ത് ഇലാഹി എന്ന ആശയത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഇവരുടെ ഭരണഘടനയൊന്ന് പരിശോധിച്ചു. ഇവരുടെ ഒബ്ജക്റ്റീവ് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഹുക്കുമത്ത് ഇലാഹി എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ കാണാൻ കഴിയുന്നില്ല. പകരം കാണാൻ കഴിയുന്നത് ഇഖാമത്തുദ്ദീൻ എന്നുള്ളതാണ്. എന്താണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്? ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് ഇസ്ലാമിക ജീവിത രീതി സ്ഥാപിക്കുകയും ഇസ്ലാമിക ജീവിത രീതി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ദൈവ സന്ദേശം, അതിനാണ് അവർ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് പരിശോധിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഹുക്കുമത്ത് ഇലാഹി എന്നുള്ള അവരുടെ മൗദൂദിയൻ ആശയങ്ങളുമായി ചേർന്ന് പോകുന്നതാണോ?
പല ലേഖനങ്ങളും പല ചിന്തകരും ആവർത്തിച്ചു പറയുന്നത് ഹുക്കുമത്ത് ഇലാഹിയും ഈ പറയുന്ന ദീനും തമ്മിൽ ഇഖ്മത്തി ദീനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ആശയപരമായി ഇത് രണ്ടും ഒന്നു തന്നെയാണ്. ആ പേര് മാറ്റുകയാണ് ചെയ്തത്. കാര്യം എന്താ? ഹുക്കുമത്തി ദീൻ പറയുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നുള്ള ആശയമാണ് വരുന്നത്. മറ്റതങ്ങനല്ല. ഉത്തമമായ ഒരു സാമൂഹിക വ്യവസ്ഥ സ്ഥാപിക്കുക. എങ്ങനെയാണ് അത് സ്ഥാപിക്കുക? ഇസ്ലാമിക ജീവിത രീതി സ്ഥാപിക്കുകയും, ഈ സ്ഥാപിക്കുക എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുക? അതിന് ഞാനൊരു ഉദാഹരണം പറയാം. അവിടെയാണ് വി ഡി സതീശൻ മറുപടി പറയേണ്ടത്, കോൺഗ്രസ് മറുപടി പറയേണ്ടത്. ഈ ജമാഅത്തെ ഇസ്ലാമി ഹുക്കുമത്തി ഇലാഹി എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് ഈ പറയുന്ന ഇഖാമത്തി ദീൻ എന്ന ആശയത്തിലേക്ക് മാറിയതിനെയാണോ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതിന് മറുപടി വേണം. സാങ്കേതികമായൊരു ചോദ്യമാണ്, പക്ഷേ അതിന് മറുപടി വേണം. അതിന് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ഒരു തെളിവുണ്ട്. കാരണം ഇതിന് അസിസ്റ്റന്റ് അമീർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഷൂറ അംഗം കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം ഞാൻ ഉദ്ധരിക്കാം. ടു കോട്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ആരാധന പൂർത്തിയാക്കണമെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം വരണമെന്നും മഹല്ലും ഹിലാൽ ഹിജ്റ കമ്മിറ്റിയും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രം വരുന്നതുവരെയുള്ള താൽക്കാലിക സംവിധാനം മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ വാക്കുകളെ തള്ളിക്കളയുന്നുണ്ടോ? ഇതുവരെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗങ്ങളിൽ ഒരാൾ പോലും ഈ പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഒരു ഭാഗത്ത് മുജീബ് റഹ്മാൻ പറയുന്നു, ഞങ്ങൾ മൗദൂദിയൻ ആശയത്തിൽ നിന്ന് മുക്തരായി മതരാഷ്ട്രവാദ ആശയങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. എന്നാൽ മറുഭാഗത്ത് ഷൂറ അംഗം തന്നെ ഈ നിലപാട് വ്യക്തമാക്കുന്നു. അപ്പോൾ അറിയേണ്ടത് ഇതാണ്, ഇപ്പോഴും അതേ രാഷ്ട്ര ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി 1992 മാർച്ച് മാസത്തിൽ പ്രബോധനത്തിൻ്റെ വാർഷിക പതിപ്പ് സയ്യിദ് ഹമീദ് ഹുസൈൻ ഒരു ലേഖനം എഴുതുന്നുണ്ട്. ഹുക്കുമത്തെ ഇലാഹിക്ക് പകരം ഇഖ്മത്തെ ദീൻ എന്ന രണ്ടും ഒരേ അർത്ഥത്തെയും ആശയത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് പ്രബോധനം വാരികയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ജമാഅത്തെ ഇസ്ലാമിയിലെ സുഹൃത്തുക്കളോടുള്ള എൻ്റെ ചോദ്യം, ഈ വെൽഫെയർ പാർട്ടിയുമായി പ്രവർത്തിക്കുന്നവരോടുള്ള എൻ്റെ ചോദ്യം, നിലവിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത് ജാഹിലിയത്താണ്. ഏത്? അനിസ്ലാമികമായിട്ടുള്ള ഭരണവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ജാഹിലിയത്തും അനിസ്ലാമികവുമാണ് എന്നാണ്. അത് താഗൂതിയനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈശാചിക പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് പോലെയായി തീരും എന്ന് പറഞ്ഞിരിക്കുന്നു. 2011 വെൽഫെയർ പാർട്ടി രൂപീകരിച്ച് വ്യത്യസ്ത മുന്നണികൾക്ക് പിന്തുണ നൽകുമ്പോൾ നിങ്ങൾ ഇത് ജാഹിലിയത്തിൽ ചേർത്ത വെള്ളമാണോ, അഥവാ ജാഹിലിയത്താണ് എന്നുള്ള നിലപാടിൽ ചേർത്ത വെള്ളമാണോ, അത് അനിസ്ലാമികമാകാതിരിക്കുകയാണോ എന്ന ചോദ്യമാണ് എനിക്ക്. അവിടെ ഒരു കാര്യം ചെയ്യാമല്ലോ, ഈ കോൺഗ്രസിന് ജാഹിലിയത്തായി മാറാം. മൗദൂദിയൻ ആശയം അവരെ അംഗീകരിച്ച അതാണ്. മൗദൂദിയൻ ആശയങ്ങൾ ഇനി കോൺഗ്രസ് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ആശയം നിലനിൽക്കൂ. കാര്യം അടിസ്ഥാനമായി അതിൻ്റെ മൗലിക പ്രമാണം ഇപ്പോഴും നമ്മൾ ഈ സൂചിപ്പിച്ച ഹുക്കുമത്തെ ഇലാഹിക്ക് പകരം വന്ന ഇഖാമത്ത് ദീൻ എന്ന് പറയുന്ന ആശയത്തിൽ നിൽക്കുന്നു. അത് രണ്ടും ആശയപരമായി വ്യത്യാസപ്പെട്ടതല്ല എന്ന് തന്നെ പ്രബോധനത്തിലൂടെ വിവിധ എഴുത്തുകാരും ചിന്തകരും പറയുന്ന സാഹചര്യത്തിൽ വി ഡി സതീശൻ പറഞ്ഞതിന് എന്താണ് സാങ്കത്യം എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് വി ഡി സതീശനെ കുഴപ്പത്തിലാക്കുന്നത്, ഇതാണ് കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുന്നത്. അതല്ലാതെ വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നതോ വെൽഫെയർ പാർട്ടി LDF പിന്തുണ കൊടുക്കുന്നതോ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമേ അല്ല. കാലാകാലങ്ങളായി മാറി കൊടുത്തിട്ടുണ്ട്. 2011 മുതൽ ഏറ്റവും കൂടുതൽ പിന്തുണ പ്രാദേശികമായി ലഭിച്ചിരിക്കുന്നത് 23 ഇടങ്ങളിൽ. മലപ്പുറത്ത് LDF വിവിധ പഞ്ചായത്തുകൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, ആ ആശങ്ക ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഏതെങ്കിലും ഒരു CPM നേതാവ് ഈ പറയുന്ന വാചകം പറഞ്ഞിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല, ജമാഅത്തെ ഇസ്ലാമി ആശയപരമായി പരിവർത്തനം വായിച്ചോളൂ. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തരത്തിൽ മതപരിവർത്തനം നടത്തി വന്ന, അവരുടെ ആശയങ്ങളിൽ നിന്ന് മാറിയ, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച ഒരു സംഘടനയാണെന്ന് പറഞ്ഞൊരു നേതാവിനെ വായിച്ചോളൂ. ഒരു കാര്യം സഖ്യത്തെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു സഖ്യത്തെ കുറിച്ച്. ഞാൻ സഖ്യത്തെ കുറിച്ചല്ല പറയട്ടെ. സഖ്യമാണെങ്കിലല്ലേ ഈ ആശയവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകേണ്ടതുള്ളൂ. ഇപ്പോൾ വേറൊരു ആശയത്തിലുള്ള ഒരാൾ അവർക്ക് പിന്തുണ നൽകി ജനാധിപത്യ സംവിധാനത്തിൽ അവർക്ക് വോട്ട് ചെയ്യാലോ. അവർക്ക് വോട്ട് ചെയ്യാനോ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾ ഇത്തവണ UDF-നെയാണ് പിന്തുണയ്ക്കുന്നത് അവർക്ക് പറയാലോ. 2019 തൊട്ട് അവരത് പറയുന്നു. അതിനു മുമ്പ് പിണറായി വിജയൻ അവരുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ്. ദേശീയ സാർവദേശിക രംഗത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഇടതുമുന്നണിക്ക് അവർ പിന്തുണ നൽകിയെന്ന് പറയുന്നുണ്ട്. ഇത്തവണ 18 സീറ്റിൽ LDF-നും 2 സീറ്റിൽ UDF-നും അവർ പിന്തുണ നൽകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതാണ്. 2009 പറഞ്ഞാണ് അവര്, അതായത് അവര് ആളുകളെ നോക്കിയിട്ടാണ് പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സ്ഥാനാർത്ഥി മൂല്യം
സ്ഥാനാർത്ഥി മൂല്യം. ഇനി അടുത്ത പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ മുൻപും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ പറയുന്നത് 2011 ഏറ്റവും ഒടുവിലത്തെ. ഇടക്കാലത്ത് ബന്ധം മോശമായപ്പോൾ മുടങ്ങിയതാണ്. ജമാഅത്തുമായി പാർട്ടി രഹസ്യ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. അവർ നേതാക്കൾ അവിടെ അങ്ങോട്ട് പോയി കണ്ട കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല എന്ന്. വിഡ്ഢിത്തം പറയില്ല. CPM-ന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ്. അപ്പോൾ അതാത് കാലത്ത് സാഹചര്യം അനുസരിച്ച് ആ പിന്തുണ സ്വീകരിച്ചു എന്ന് 2024 ഫെസ്റ്റിവലിൽ പിന്തുണ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, ഈ പറയുന്ന മതരാഷ്ട്ര വാദത്തെ അംഗീകരിക്കുന്നതാണ്. അവരിപ്പോ അതൊന്നും പറയുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴതൊന്നും ഇപ്പൊ പറയുന്നുണ്ടോ മതരാഷ്ട്രവാദം? കാരക്കുന്നല്ലോ ഇവിടെ ഇപ്പോഴത്തെ അമീർ ഈ വിവാദം ശക്തമായ ഘട്ടത്തിൽ 2 തവണ വാർത്താ സമ്മേളനം നടത്തി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല, ഞങ്ങൾ ആ നിലപാടുമായിട്ടല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതെന്ന് 2 തവണ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞായിട്ടാണ് എന്റെ ഓർമ്മ. സ്മൃതിയോടുള്ള എന്റെ ചോദ്യം, 2011 അമീർ അലി ഇതേപോലെ ആരിഫ് അലി എന്ന് തോന്നുന്നു അല്ലെ, അമീർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. ഇതേ മുജീബ് റഹ്മാൻ പറഞ്ഞിരിക്കുന്ന വാചകം 2011 അന്നത്തെ ജമാഅത്തയുടെ അമീറും പറഞ്ഞിട്ടുണ്ട്. 2014 ഇതേ UDF-നെ തന്നെ നയിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ആയിക്കോട്ടെ, അതിനുശേഷം 2019 UDF-നെ പിന്തുണച്ചല്ലോ. ഈ അഫിഡവിറ്റിനൊക്കെ ശേഷമല്ലേ പിന്തുണച്ചത്? ഞാൻ ചോദിച്ചത് UDF-ലെ ഹൈക്കോടതിയിൽ വലിയ ആദർശവൽക്കരിക്കരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ട് മുന്നണികളും ഈ കഴിയുന്ന വോട്ട് വാങ്ങാൻ എന്നുള്ള വാദം ഏതെങ്കിലും CPM നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടോ? ഞാൻ ആവർത്തി ചോദിക്കുന്നു സ്മൃതിയെടുത്ത്. ചോദ്യം നമ്പർ 1, ജമാഅത്തെ ഇസ്ലാമി ആശയപരമായി പരിവർത്തനപ്പെട്ടുവെന്നോ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് മാറിയെന്നോ CPM-ലെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പിണറായി വിജയന്റെ വാചകം പിണറായി വിജയന്റെ വാചകം എന്താ? ഞാൻ മനസ്സിലാക്കി തരാം. ദേശീയ തലത്തിലും അന്തർദേശീയമായിട്ടും കാഴ്ചപ്പാടുള്ള ബന്ധങ്ങളുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ദേശീയ തലത്തിൽ അവർക്ക് ഏത് സംഘടനയുമായിട്ടാണ് ബന്ധം? ദേശീയ തലത്തിൽ അവർക്കുള്ള സംഘടനയുടെ ബന്ധം എന്ന് പറയുന്നത് കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് ബന്ധം. ഇനി അന്തർദേശീയ ബന്ധം എന്താ? ഇസ്ലാമിക് ബ്രദർഹുഡ്. ഇത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ നല്ല കാഴ്ചപ്പാടാണോ? ഈ നല്ല കാഴ്ചപ്പാടൊന്നും ഒരിക്കലും കൃത്യമായ കാഴ്ചപ്പാട് നോക്കൂ. ഒരിക്കൽ കൂടി പറയാം, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കൃത്യമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് അല്ലെങ്കിൽ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ദേശീയ തലത്തിൽ അതാണ് ഞാൻ ഈ പറഞ്ഞത്. താങ്കൾ തന്നെ പറഞ്ഞ വാചകം ഞാൻ ഈ പറയുന്നത്. ആ വാചകം തന്നെ ഞാൻ ഈ പറയുന്നത്. ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഒന്നുകൂടെ കേൾക്കാം. മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ, PDP പോലുള്ള ചിലർ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം UDF നടത്തിയിരുന്നു. പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം കൂട്ടർ വീണില്ല എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. അതായത് ഞങ്ങളെ മതരാഷ്ട്രവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതരാഷ്ട്രവാദത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു വാചകം. സംഘടനകളിൽ വ്യക്തമായ നിലപാടുള്ള രാഷ്ട്രീയ സംഘടനയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക് ബ്രദർഹുഡുമായി നോക്കൂ. ഇസ്ലാമിക സംഘടനകളിൽ വളരെ വ്യക്തമായ ധാരണയുള്ള, അതാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്, വളരെ വ്യക്തമായ ധാരണയുള്ള ആശയമാണ് മൗദൂദിയൻ ആശയധാര. എന്താണ്? യൂറോപ്യൻ കേന്ദ്രീകൃതമായ എല്ലാ രാഷ്ട്രീയ ആശയങ്ങളെയും വളരെ വിമർശനാത്മകമായി ഉപയോഗിക്കുന്നയാളാണ്. ജനാധിപത്യത്തെ, സോഷ്യലിസത്തെ, യൂറോസെൻട്രിക് ആയിട്ടുള്ള ക്യാപിറ്റലിസത്തെ, അതുമായി ബന്ധപ്പെട്ട വികസന സങ്കല്പങ്ങളെ എല്ലാം വളരെ കൃത്യമായി അപനിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആശയധാരയാണ് മൗദൂദിയൻ ആശയധാര. സ്മൃതി കൊണ്ടുവന്ന തെളിവിന്റെ ഉദാഹരണം ഞാനിപ്പോ 2 തെളിവുകളും ബൈറ്റായിട്ട് പറഞ്ഞു. ആ ബൈറ്റാണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് സ്മൃതി, ഞാൻ പറഞ്ഞു തീർക്കട്ടെ.
സ്മൃതിയുടെ അഭിപ്രായം എന്താ? ജമാഅത്തെ ഇസ്ലാമിക്ക് ദേശീയവും അന്തർദേശീയവുമായ കാഴ്ചപ്പാടുണ്ടോ ഇല്ലയോ? അവർക്കുണ്ട് രാഷ്ട്രീയമായ അതല്ലേ കാഴ്ചപ്പാട്, പിണറായി വിജയൻ സാമ്രാജ്യത്വ വിരുദ്ധ കാഴ്ചപ്പാടുണ്ട്. അതല്ലേ പിണറായി വിജയൻ പറഞ്ഞത്? ആയിക്കോട്ടെ, ആയിക്കോട്ടെ. രാഷ്ട്രീയമായി സഹകരിക്കാവുന്ന ഒരു സംഘടനയായി പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ കാണുകയാണല്ലോ. ഇതിനകത്ത് അവരുടെ പിന്തുണ നോക്കൂ. വേണ്ട എന്ന് പറയാനുള്ള വിട്ടില്ല എന്ന പാർട്ടി നോക്കൂ. കരുതിയാണ്. ശരി, ശരി. ഒരൊറ്റ മിനിറ്റ് ശരി, ഞാൻ അപ്പൊ പറയട്ടെ. എന്റെ ചോദ്യത്തിന് ഒറ്റ ഉത്തരം. എന്റെ ചോദ്യത്തിന് ഒറ്റ നോക്കൂ, ഉത്തരം. നിങ്ങൾ ഈ സാങ്കേതികത്വം പറഞ്ഞിട്ട് ഒരൊറ്റ സാങ്കേതികത്വമാണിത്. കാര്യം ഹുക്കുമത്തെ ഇലാഹിയിൽ നിന്ന് നിങ്ങൾ ഇഖാമത്തെ ദീനിലേക്ക് ഒറ്റ മിനിറ്റ് ഞാൻ പറയണം. പൂർത്തിയാക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമിയെ മനസ്സിലാക്കണമെങ്കിൽ എന്റെ അഭിപ്രായം ഇതാണെന്ന് അടിച്ചേൽപ്പിക്കാൻ നോക്കൂ. സ്മൃതിയുടെ അഭിപ്രായവും പിണറായി വിജയന്റെ അഭിപ്രായവും ഒന്ന് തന്നെ അല്ല. ഒരു മിനിറ്റ് ഞാൻ ക്ലാരിറ്റി ഒരൊറ്റ മിനിറ്റ് ക്ലാരിറ്റി വരുത്തട്ടെ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ഇതാണ് എന്നുള്ളത് ഇന്നലെയും നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്. ആശയം ഇതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അവരത് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. അവർ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. വോട്ട് ചെയ്യാത്തവർ വോട്ട് ചെയ്യാൻ വരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇന്ന മുന്നണികളെ പിന്തുണയ്ക്കാൻ വരുന്നു. അവരിലുണ്ടായിരുന്ന മാറ്റമാണ്. ആ മാറ്റം ഇവിടെയുണ്ട്. ആ മാറ്റത്തെ അംഗീകരിച്ചവരാണ് ഇവിടുത്തെ CPM. ആ മാറ്റം ഒരു കാലത്ത് ആ പിന്തുണ സ്വീകരിച്ചവരാണ് CPM. ആ പിന്തുണ UDF പോകുമ്പോൾ പെട്ടെന്ന് അവർ വർഗീയവാദികളാകുന്നു എന്ന വാദം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഒറ്റ മിനിറ്റ്. അടുത്തത്, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഈ കേരളത്തിലായാലും ഈ രാജ്യത്തായാലും അന്യമത ദ്വേഷം, അവരെ അതാ കൊല്ലൂ, അവരെ നശിപ്പിക്കൂ എന്ന രൂപത്തിൽ പറഞ്ഞതായിട്ടോ ഇവിടെ വർഗീയ ലഹളകൾ നടത്തിയതായിട്ടോ നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമില്ല. അവർ പറയാറുണ്ട്, ഇരവാദം പറയാറുണ്ട്. ഇരവാദം കുറച്ച് കൂടുതലായി പറയുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ അന്യമത ദ്വേഷം, വർഗീയ പരാമർശങ്ങൾ ആ രൂപത്തിൽ പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവരൊക്കെ അഴിക്കുള്ളിലാകേണ്ട സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അങ്ങനെ ഇത് രണ്ടും കാണാത്തതുകൊണ്ട് നിങ്ങൾ ഈ എഴുതി വെച്ച പുസ്തകത്തിലെ ആശയം അതാണല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. കേരളത്തിൽ അത് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ തരത്തിൽ വർഗീയത അവർ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള പരിശോധിച്ചാൽ ഒരു കാര്യം കൂടി. ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം എന്താണ്? എനിക്കറിയില്ല, അന്വേഷിച്ചോളൂ. എന്താണ് ആ ജമാഅത്തെ ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെ കേരളത്തിലുള്ള ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ വിമർശിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ആ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ അവിടുത്തെ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിന് നേരെ നടത്തുന്ന അതിക്രമങ്ങളിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വാചകം പോലും എതിർപ്പ് വരാത്തതിൻ്റെ കാരണം എന്താ? ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയും എങ്ങനെയാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്? അതിനുള്ള ഉത്തരം ശ്രുതിക്കൊണ്ടോ? നമ്പർ 1. നമ്പർ 2, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, മതരാഷ്ട്രവാദം മാറ്റിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി വന്നിരിക്കുന്നത് എന്നൊരു അഭിപ്രായം CPM-ലെ ഏതെങ്കിലും ഒരു നേതാവ്, ഞാൻ 4ാമത്തെ തവണയും സ്മൃതി വെല്ലുവിളിക്കുക, 4ാമത്തെ തവണയും അങ്ങനെ ഒരു വാദം ഇല്ലാതിരിക്കുക അവരുടെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വാദം ഇല്ല, എന്നിട്ട് പിന്തുണ സ്വീകരിക്കുകയും ചെയ്തു. വ്യക്തമായ കാര്യം പകൽ പോലെ ഇതാദ്യമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിലവിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് VD സതീശൻ അല്ലാതെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ? VD സതീശന്റെ വാചകം മൊത്തമായിട്ട് അങ്ങോട്ട് വായിക്കൂ. മൊത്തമായിട്ട് വായിച്ചാ ഇത് ആ വാചകമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. മതരാഷ്ട്രവാദം അവർ ഉന്നയിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരുടെ ആശയത്തിലുണ്ട്. ഉന്നയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവർ പ്രാവർത്തികമാക്കുക. അങ്ങനെയാണെങ്കിൽ അതാണല്ലോ ഞാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ വാചകം പറഞ്ഞത്. നിലവിലുള്ള എല്ലാ ഇസ്ലാമികമായിട്ടുള്ള ആരാധന രീതിയും അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ഭരണ സംവിധാനം വരണം, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെടണം എന്നുള്ളതാണ് ആശയം. അതാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത്. ഇത് മുന്നിൽ നിൽക്കെ നിർബന്ധിതരാവുകയല്ലേ ചെയ്തത്. ഇനി എന്താ സംഭവിച്ചതെന്ന് കൂടി ഞാൻ പറയാം. എന്താ സംഭവിച്ചതെന്ന് പറയാം. ഇത്തവണ VD സതീശൻ പിന്നെന്താ VD സതീശൻ ഇത് പറയാൻ നിർബന്ധിതമായ സാഹചര്യമുണ്ട്. ആ സാഹചര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി UDF-ന് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിക്ക് എത്ര വോട്ടുണ്ട്? 4000 ഒന്നുമില്ല, 3000-3500 വോട്ടേ ഉള്ളൂ. അവിടെ മുബഷീറുമായിട്ട് പീഡിപ്പിക്കില്ല, കുറവാ. പക്ഷേ PDP-യുടേത് അന്നും ഇന്നും CPM ഒറ്റ നിലപാടാണ്. മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ട, സാമൂഹിക നീതി നിഷേധിപ്പിക്കപ്പെട്ട, ഇന്നും കേരളത്തിൽ ഒരിടത്ത് പോലും 302B കേസില്ലാത്ത, ഒരു സ്ഥലത്തും വർഗീയ വിപ്ലവങ്ങൾക്ക് വഴിതെളിച്ചിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് PDP എന്ന നിലപാട് അന്നും ഇന്നും CPM എടുത്തിട്ടുണ്ട്. എന്താ എവിടെ 302 അത് എന്താ കൊലപാതകം? ഏതാ വിഷയം? രാഷ്ട്രീയ കൊലപാതകമായിരുന്നു അത്. അതെന്തായിരുന്നു? ആ കേസിന്റെ FIR ഒന്ന് വായിച്ചു നോക്ക്. രാഷ്ട്രീയ കൊലപാതകമായിരുന്നോ ഉദ്ദേശം? അല്ല, രാഷ്ട്രീയ കൊലപാതകമാണോ? FIR വായിച്ചു നോക്ക്. താങ്കൾക്ക് അഭിപ്രായമുണ്ടോ PDP എന്നുള്ളത് കേരളത്തിലെ ഒരു വർഗീയ പാർട്ടിയാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ട്? PDP-യുടെ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്.
ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതല്ലേ നേരത്തെ സൂചിപ്പിച്ചത്. ആ പ്രസംഗങ്ങളോട് പല ഘട്ടങ്ങളിലും വിയോജിക്കുമ്പോഴും 9.5 വർഷക്കാലം ചെയ്യാത്ത കുറ്റത്തിന് തടവിൽ ശിക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനോടുള്ള രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യമാണ് വിചാരണ കൂടാതെ 9 വർഷം ജയിലിൽ കഴിഞ്ഞു. ആ മദിനിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ CPM മാത്രം ഉത്തരവാദിത്വമാണോ? കോൺഗ്രസ് ചെയ്തിട്ടില്ലേ? ഉമ്മൻചാണ്ടി പോയിട്ടില്ലേ? KC വേണുഗോപാൽ പോയിട്ടില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തർക്കം ഇത്രേ ഉള്ളൂ. PDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരേപോലെ കാണാൻ കഴിയുമോ? ഒന്നാമത് മദനിയുമായി ബന്ധപ്പെട്ട എല്ലാവരും നിലപാടെടുത്തത് PDPയുടെ നിലപാടുമായി ബന്ധപ്പെട്ടല്ല. മദനി എന്നൊരു രണ്ടായി തന്നെ കാണണം. ജമാഅത്തെ ഇസ്ലാമിക്ക് ദേശീയവും അന്തർദേശീയവുമായ കാഴ്ചപ്പാടും ബന്ധങ്ങളുമുള്ള ഒരു പാർട്ടിയാണ്. നിരോധിക്കുന്നേ 2 തവണ നിരോധിച്ചതാരാ? 2 തവണ നിരോധിച്ചതാരാ? ജമാഅത്തെ ഇസ്ലാമിയെ 2 തവണ ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചതാരാ? അല്ല, 2 തവണ നിരോധിച്ചതാരാ? കോൺഗ്രസ് അല്ലേ? ഒന്ന് 1975 രണ്ടാമത്തത് 1992 എന്തിനാ നിരോധിച്ചത്? തീവ്ര നിലപാട് ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കൂടെ? ആ തീവ്ര നിലപാടിന്റെ കാര്യമാണ് ഞാൻ ഈ മുഹമ്മദ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അതാണ് അവരുടെ ഭരണഘടനയിലും ആശയത്തിലും പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതാണ് വിഷയം. ജമാഅത്തെ ഇസ്ലാമി 1992 നിന്ന് 1987 ശേഷം ആ പാർട്ടി 1987 ശേഷം ആ പാർട്ടി തുറന്നെതിർത്തിരിക്കുന്ന ഒരു പാർട്ടിയും ആശയവും CPM ആണെന്നിരിക്കെ ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ ആശയത്തിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇവിടെ കുഴപ്പം. അതല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിന് കിട്ടുന്നതുകൊണ്ട് ആർക്കാ ഇവിടെ വിഷമം? 3000-3500 വോട്ട് അത് വോട്ട് ചെയ്യുമെന്ന് പോലും ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ ആര്യാടൻ ഷൗക്കത്താണ് നിൽക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ കുറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വിഴുങ്ങുമോ? സ്മൃതി, ആര്യാടൻ ഷൗക്കത്ത് എന്താ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത്? ഇവിടെ എല്ലാവരും വിഴുങ്ങും പിന്നെയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നു. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും ഒരൊറ്റ വാചകമേ പറഞ്ഞിട്ടുള്ളൂ സ്വരാജ്. അന്നും ഇന്നും ഒരൊറ്റ വാചകമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ വർഗീയ കക്ഷികൾ എന്ന് പറയുന്നത് മനുഷ്യരായി ഞങ്ങൾ കണക്കാക്കുന്നില്ല, വർഗീയത പറയുന്ന മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കുന്നില്ല, ഞങ്ങൾക്ക് നല്ല മനുഷ്യരുടെ വോട്ട് മതി എന്ന് പറയുമ്പോൾ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരാൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊന്ന് ഇതൊരു വർഗീയ കക്ഷിയാണ് എന്ന് നിലപാടെടുത്ത യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് നിലപാടെടുത്ത ഒരാൾ അത് വിഴുങ്ങി നിൽക്കുന്നു. ഇവരിൽ ആരെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ചാ വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടു സം അപ്പ് 4 പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളും നിലവിൽ UDFന് ബാധ്യതയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.